بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവുമായി ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മൾ ജീവിച്ചു തീർത്ത വലിയ നിമിഷങ്ങളാണ് ചരിത്രമായി മാറിയിരിക്കുന്നത്. ഒരിക്കൽ പോലും നമുക്കെന്തുണ്ടോ അതൊക്കെയും വിറ്റ് നൽകിയാൽ പോലും ആ ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് പോയത് തന്നെയാണ്. ആ നിമിഷങ്ങളെ തുടർ ജീവിതത്തിൽ ഏറ്റവും ഗൗരവതരമായി കാണേണ്ടുന്ന പ്രവാചക വചനം ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ഈ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ആളുകൾ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. എന്തൊക്കെയാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? അസ്യഹ, ഒന്ന് ആരോഗ്യമാണ്, വൽ ഫറാഗ്, മറ്റൊന്ന് ഒഴിവ് സമയവുമാണ്. അസ്യഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയവും ആരോഗ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളല്ല. ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന, ഒരു സമയത്തുണ്ടാകുന്ന ആരോഗ്യം പിന്നീട് ക്ഷയിക്കാനും ദുർബലമാകാനും ഇല്ലാതാകാനും ഒക്കെ സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങൾ പിന്നെ തിരക്കേറിയ സമയങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കപ്പെടേണ്ടതുണ്ട്. ഈ രണ്ട് സന്ദർഭത്തെക്കുറിച്ചും, ഒന്ന് ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, ആരോഗ്യമുള്ള കാലത്ത് വേണ്ടത്രയൊന്നും ശ്രദ്ധിക്കാതെ ജീവിച്ച പല ആളുകളും ഖേദിക്കാറുണ്ട്. എൻ്റെ ആ യൗവനകാലത്ത്, ആരോഗ്യകാലത്ത് കുറച്ചുകൂടി ഞാൻ ജീവിതത്തിൽ ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലുള്ള പ്രയാസം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അതേപോലെ തന്നെയാണ് ഒഴിവ് സമയവും. ഒഴിവ് സമയത്തെക്കുറിച്ചും നമ്മൾ വേവലാതിപ്പെടുന്ന സന്ദർഭമുണ്ടാകും. തിരക്കേറിയ സമയങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ പലപ്പോഴും ആലോചിച്ചു പോകും, ഒരു ഒഴിവ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു വിശ്രമത്തിലുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ. ഇത് ജീവിതമാണ്. ജീവിതത്തിൽ നിരന്തരമായി ഒഴിവു സമയം തന്നെ ഉണ്ടായിക്കൊള്ളില്ല, നിരന്തരമായി ആരോഗ്യമുള്ള അവസ്ഥയും ഉണ്ടായിക്കൊള്ളില്ല, നിരന്തരമായി തന്നെ നമുക്ക് സൗകര്യങ്ങളും സമ്പത്തും ഉള്ള അവസ്ഥയും ഉണ്ടാവണം എന്നില്ല. രോഗം വരുമ്പോഴാണ് ആരോഗ്യത്തെക്കുറിച്ച് നമ്മളൊക്കെയും ചിന്തിക്കുന്നത്. തിരക്കുകൾ വരുമ്പോഴാണ് ഒഴിവ് സമയത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉമരിഹി ഫീമാ അഫ്നാ. അല്ലാഹുവിന്റെ മുന്നിൽ അന്ത്യദിനത്തിൽ ഒരു അടിമയുടെ പാദം നീങ്ങുകയേ ഇല്ല, മുന്നോട്ട് വെക്കാൻ കഴിയുകയേ ഇല്ല. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ട് അതിന്റെ മറുപടി നൽകിയാലല്ലാതെ. അതിൽ ഒന്നാമതായി പറയുന്നത് തന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. തനിക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ ആയുസ്, സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കുകയും അതിന് നമുക്ക് ഉത്തരം പറയേണ്ടി വരികയും ചെയ്യുന്ന ഒരു സമയം അഭിമുഖീകരിച്ചു കൊണ്ടല്ലാതെ നമുക്ക് അന്ത്യദിനത്തിൽ
മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. ജനനം മുതൽ മരണം വരെയുള്ള കാലം നമ്മൾ എന്തിനാണ് കൂടുതലും ഉപയോഗിച്ചത്? നന്മയ്ക്ക് വേണ്ടിയാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ? നമ്മുടെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയാണോ ആസ്വാദനത്തിന് വേണ്ടിയാണോ? അല്ലെങ്കിൽ ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന ഈ മനുഷ്യൻ എന്ന പ്രതിഭാസത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണോ? പറഞ്ഞു വരുന്നത് വെറുതെ നശിപ്പിച്ചോ അശ്രദ്ധമായി തീർത്തോ കളയാനുള്ളതല്ല ആയുഷ് അഥവാ സമയം എന്നുള്ളതാണ്. ഒഴിവ് സമയം എന്ന് പറയുന്നത് വെറും സാങ്കേതികം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ മക്കൾ വിദ്യ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്കൊക്കെ അവധിക്കാലമാണിപ്പോ, വേനലവധിയാണ്. ഈ അവധിക്കാലം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിനെ കുറിച്ച് പലപ്പോഴും 10 മാസക്കാലത്തെ കഠിനമായ പഠന സബരിയിൽ ജീവിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാസക്കാലത്തെ ഒഴിവ് സമയം എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചൊരു കൃത്യതയില്ല. ആ സമയം ആസ്വദിച്ചും അനുഭവിച്ചും ജീവിച്ചു തീർക്കുക എന്നാണ് പലപ്പോഴും കരുതിപ്പോകുന്നത് പല കുട്ടികളും. യഥാർത്ഥത്തിൽ ഈ സമയവും വിലപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും രക്ഷിതാക്കൾ. എന്നുവെച്ച് അവരെ ഈ 2 മാസക്കാലത്ത് ഒഴിവ് സമയത്ത് കളിക്കാനോ വിനോദം അനുഭവിക്കാനോ ഒന്നും അനുവദിച്ചുകൂടാത്ത വിധത്തിൽ പ്രത്യേകം കരുതലോടെ നിയന്ത്രണങ്ങളോടെ തന്നെ വളർത്തേണ്ടത് ഉണ്ട് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കളിയും വിനോദവും ചിരിയും തമാശയും പാട്ടുമൊക്കെ തന്നെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ടുള്ള മുരടിച്ച ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം എന്ന് പ്രതിയോഗികൾ പറയാറുണ്ട് എങ്കിലും ഇസ്ലാം അങ്ങനെയല്ല. കളിയെ, തമാശയെ, പാട്ടിനെ, ആസ്വാദനങ്ങളെ ഒക്കെ തന്നെ ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ അതായിരിക്കരുത് ജീവിതമെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വെറും കളിയും വിനോദവും തമാശയും ഒക്കെയായി ജീവിതം അങ്ങനെ തീർത്ത് കളയുക എന്നല്ല ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം പ്രായോഗിക മതമാണ്, പ്രകൃതി മതമാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ പരിഗണിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ കളിയുണ്ട്, വിനോദമുണ്ട്, ഒക്കെയുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെരുന്നാൾ ദിവസത്തിൽ മദീനയിൽ ആഫ്രിക്കൻ വംശജർ ആയ കുറച്ച് ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കക്കാരുടെ ചില അഭ്യാസങ്ങൾ, ചില കളികൾ, അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ആവശ്യം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ പിന്നിൽ ആയിഷ റളിയല്ലാഹു അൻഹ നിൽക്കുകയും പ്രവാചകന്റെ മുഖവുമായി പ്രവാചകന്റെ ചുമലിൽ ആയിഷ റളിയല്ലാഹു അൻഹ മുഖം വെക്കുകയും എന്നിട്ട് അവരുടെ കളികൾ അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര നേരം കാണണമോ അത്രയും നേരം കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു കളി കാണുക എന്നുള്ളത്, വിനോദത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഇസ്ലാം നിരാകരിച്ച കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കളോടൊപ്പം കളിക്കുമായിരുന്നു. പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയുമായി പ്രവാചകൻ ഓട്ട മത്സരം നടത്തുമായിരുന്നു. അപ്പോ ഓടുക, കളിക്കുക, കാണുക, ആസ്വദിക്കുക എന്നുള്ളതൊക്കെയും ജീവിതത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇസ്ലാം കണ്ടുകൊണ്ടിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നാൽ പേരമക്കളെ പുറത്തിരുത്തി, ആന പോലെ ഇരുന്നിട്ട് പുറത്തിരുത്തി ഇങ്ങനെ നടന്ന് കളിക്കുമായിരുന്നു എന്നും ചരിത്രം പറയുന്നു. അപ്പോ മക്കളെയൊക്കെ ചേർത്ത് പിടിക്കുക, അവരുടെ സന്തോഷങ്ങളെ പരിഗണിക്കുക, അവരുടെ ആസ്വാദ നിമിഷങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളത് പ്രവാചകന്റെ തന്നെ പാഠമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നോക്കൂ. കുല്ലു ശൈഇൻ ലൈസ ബിഹി ദിക്റുല്ലാഹ് വഹുവ ലഹും വലഇബും
ഇല്ലാ അർബഉൻ, അല്ലാഹുവിനെ സ്മരിക്കാത്ത എല്ലാ കാര്യങ്ങളും അനാവശ്യമായ കളികളാണ്, അനാവശ്യമായ വിനോദങ്ങളാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം കളിയും തമാശയും ഒക്കെ ഉണ്ടാവേണ്ടത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇല്ലാ അർബഉൻ, 4 കാര്യം ഒഴികെ. ആ 4 കാര്യത്തിൽ നമ്മൾ മുഴുകുമ്പോ അള്ളാഹുവിനെ ഓർക്കാനുള്ള ചിലപ്പോ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ അതിൽ നമ്മൾ മുഴുകുമ്പോ കുറച്ചുകൂടി ജാഗ്രത അതിൽ കാണിക്കേണ്ടതുണ്ട് എന്ന പാഠമാണ് ഇവിടെ നൽകിയത്. ഏതൊക്കെയാണ് 4 കാര്യം എന്നറിയോ? മുരാബത്തുർ റജുലി ഇംറഅതഹു, തന്റെ ഇണയുമായി, തന്റെ ഭാര്യയുമായി ഭർത്താവ് സല്ലപിക്കുന്നത്, വിനോദത്തിലേർപ്പെടുന്നത്, കളിക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്, രസകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നത്. അക്കാര്യത്തിൽ, ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ മനസ്സ് ശ്രദ്ധ വിട്ടുപോയാൽ അതൊരു തെറ്റല്ല. ആ കാര്യത്തിൽ സ്വാഭാവികമായും ഇതിൽ ഇഴുകിച്ചേർന്നുകൊണ്ടായിരിക്കണം അത് നിർവഹിക്കേണ്ടത്. 2 പേരും തമ്മിൽ ഒന്നായി തീരുന്ന നിമിഷങ്ങളാണ് അത്. അതുപോലെ കുതിരയെ പരിശീലിപ്പിക്കുക. കുതിരയെ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാഹസികമായ ഒരു ദൗത്യമാണ്. കുതിരയെ പരിശീലിപ്പിക്കുന്ന മെനക്കെട്ട ഒരു പണിയാണത്. ശരീരമൊക്കെ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്, അത്യധ്വാനം ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ആയുധ പരിശീലനം, അമ്പെയ്ത്ത് പോലുള്ള കാര്യങ്ങളാണ്. നീന്തൽ പഠിക്കുക, നീന്താൻ പഠിക്കുക, അമ്പെയ്ത്ത്, ആയുധ പരിശീലനം, കുതിരയെ പരിശീലിപ്പിക്കുക, ഭാര്യയുമായുള്ള സല്ലാപം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതായി പോയാൽ അത് തെറ്റായ കാര്യമല്ല, അതിൽ ഇളവുണ്ട് എന്നാ പ്രവാചകൻ പറഞ്ഞത്. പറഞ്ഞ അമ്പെയ്ത്തും കുതിരയെ പരിശീലിപ്പിക്കലും നീന്തുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വ്യായാമം ലഭിക്കുന്ന അധ്വാനങ്ങളാണ്, അല്ലെങ്കിൽ വിനോദങ്ങളാണ്, കളികളാണ്. അപ്പൊ ഇതൊരു 3 കളിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വ്യായാമം ലഭിക്കാൻ ആവശ്യമായ രീതിയിൽ സ്പോർട്സ്, ഓട്ടമാവാം, ചാട്ടമാവാം, പന്ത് കളിയാവാം. അത്തരം കാര്യങ്ങളെയൊക്കെ മതം അനുകൂലിച്ചിട്ടുണ്ട്, പിന്തുണച്ചിട്ടുണ്ട്. അക്കളികളൊക്കെ തന്നെ ശരീരത്തിന് ഗുണകരമാവുന്ന, ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്ന വ്യായാമ മുറകളുള്ള അത്തരം കളികളെ ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. ഇസ്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെയൊന്നും അവഗണിച്ച മതമേ അല്ല എന്ന് കൂടി നാം മനസ്സിലാക്കണം. എന്നാൽ ഈ കേവലമായ വിനോദങ്ങൾ അടങ്ങിയിരുന്ന് കണ്ടാസ്വദിക്കുന്ന ചില പരിപാടികളുണ്ടല്ലോ, അതൊക്കെയും ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമായി ചെയ്യുക. അതൊന്നും മാനസികമായി അവൾക്ക് വളർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല, ശാരീരികമായി അവനെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കുക. എന്നാൽ ഏത് കളിയാവട്ടെ, ഏത് വിനോദമാവട്ടെ, ഏത് തമാശയാവട്ടെ, അതൊന്നും പടച്ചവനെ പരിഹസിച്ചുകൊണ്ടുവോ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയോ ഒന്നും ആയിക്കൂടാ. രണ്ടാമത് പറയുന്നത് അതൊക്കെ തന്നെയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിലുമാവരുത്. നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ആ കളിയിൽ നിന്ന് പിൻവലിഞ്ഞ് വരേണ്ടതുണ്ട് നമസ്കരിക്കാൻ. നോമ്പിന്റെ സമയമാകുമ്പോ, മറ്റേതെങ്കിലും നല്ല സൽക്കർമ്മങ്ങളുടെ സുഹൃത്തുക്കളുടെ സമയമാകുമ്പോ നമസ്കാരത്തെ, ആ സൽക്കർമ്മങ്ങളെ മറന്നുകൊണ്ട് കളിയിൽ ഏർപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അധിക സമയവും ജീവിതത്തിലെ സിംഹഭാഗവും കളിയും തമാശയുമായി കഴിഞ്ഞുകൂടുന്ന സാഹചര്യവും ഉണ്ടാവരുത്. കളിയാവണം, കളിക്കണം, ശരീരത്തെ പുഷ്ടിപ്പെടുത്തണം, വ്യായാമ മുറകൾ ഉണ്ടാവണം, അതൊക്കെ തന്നെയും ആവശ്യമാണ്. അതേപോലെ തന്നെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മക്കളെ, വിദ്യാർത്ഥികളെ നമ്മൾ പ്രചോദിപ്പിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. പരീക്ഷാ സമയം, സ്കൂളിന്റെ സമയം, മദ്രസാ സമയം, അതൊക്കെയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ച സമയങ്ങളാണ്.
അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധത്തിൽ ഒന്ന് പോവാനോ വരാനോ അവരുമായുള്ള ബന്ധം ഒന്ന് സുഗമമാക്കാനോ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പലപ്പോഴും കുടുംബങ്ങളിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർക്ക് പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ പഠനത്തിൽ ജാഗ്രത കാണിക്കേണ്ടുന്ന സമയങ്ങളാവും അത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഈ 2 മാസക്കാലത്തെ അവധി നാളിൽ കുടുംബവുമായി ബന്ധമുണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. പ്രവാചകൻ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആരെങ്കിലും തന്റെ ഉപജീവനത്തിൽ, ആരെങ്കിലും തന്റെ ജീവിതത്തിന്റെ വളർച്ചക്ക്, ആരെങ്കിലും തന്റെ ജീവിതായോധനത്തിന് വർധനവ്, എളുപ്പം, സൗകര്യം ഉണ്ടാകണമെന്ന് കൊതിക്കുന്നുവെങ്കിൽ ആരെങ്കിലും തന്റെ ആയുസ്സിൽ ഐശ്വര്യമുണ്ടാകണമെന്ന്, ആയുസ് നീട്ടിക്കിട്ടാനും മരണശേഷം നമ്മുടെ വിയോഗാനന്തരം പോലും നമ്മുടെ ലോകം ആളുകൾ സ്മരിക്കാനുമുള്ള ഒരവസ്ഥ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യം സൂചിപ്പിക്കുകയാണ്. ആരെങ്കിലും ഉപജീവനത്തിൽ വർധനവുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ആരെങ്കിലും ആയുസ്സിൽ ഐശ്വര്യമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ഫൽയസിൽ റഹ്മഹു, എങ്കിൽ അവൻ തന്റെ കുടുംബബന്ധം ചേർക്കട്ടെ, അവൻ തന്റെ കുടുംബബന്ധം ചാർത്തട്ടെ. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ കുടുംബവുമായി കണ്ടുമുട്ടുക, അവരുമായി സ്നേഹം പങ്കിടുക, അവരുമായി സമയം ചെലവഴിക്കുക എന്നുള്ളത് മനസ്സിന് ഉല്ലാസം നൽകുന്ന കാര്യമാണ്, സംതൃപ്തി നൽകുന്ന കാര്യമാണ്. നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളുമായി ഭിന്നിപ്പിലാണെങ്കിൽ, അകൽച്ചയിലാണെങ്കിൽ, പിണക്കത്തിലാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മാനസികമായ തളർച്ച ഉണ്ടാക്കുന്ന കാര്യമാണ്. മാനസികമായ സംഘർഷം നമ്മുടെ മനസ്സിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. പറഞ്ഞു വരുന്നത്, അത്തരം ബന്ധങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുകയും കുടുംബവുമായി ഇഴചേർന്നുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. പുതിയ തലമുറക്ക്, പുതിയ കുട്ടികൾക്ക് കാരണവന്മാരെ അറിയില്ല, പെങ്ങന്മാരെ അറിയില്ല, പെങ്ങന്മാരുടെ പുതിയാപ്പിളമാരെ അറിയില്ല, ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരേ രക്തബന്ധവുമായി ബന്ധപ്പെട്ട ആളുകളെ പലരെയും അറിയില്ല, പേരറിയില്ല. അതൊക്കെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അവരുമായുള്ള ബന്ധത്തിന്റെ ഊഷ്മളത പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയം കൂടിയാണ് ഈ അവധിക്കാലം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയ പത്നി ആയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം വഫാത്തിന് ശേഷം എന്തെങ്കിലും പ്രത്യേകമായ വിഭവം ഒരുക്കുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാർക്ക് അത് നൽകുമായിരുന്നു പ്രവാചകൻ എന്ന് ഹദീസിൽ കാണുന്നു. അപ്പോ ആ സൗഹൃദം, മനുഷ്യരുമായുള്ള ബന്ധം, തന്റെ പ്രിയതമയുടെ കൂട്ടുകാരികൾ അവരെ പോലും പരിഗണിച്ചു. തന്റെ പിതാവിന്റെ ചങ്ങാതിമാർ, പിതാവ് മരിച്ചുപോയി, പിതാവുമായി വളരെ സൗഹൃദത്തിലായിരുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. പിതാവിന്റെ വിയോഗാനന്തരവും അവരുമായുള്ള സൗഹൃദം നിലനിർത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പിതാവിന്റെ മാത്രം കാര്യമല്ല, മാതാവിന്റെയുമാണ്. അപ്പൊ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുക. എന്റെ ചങ്ങാതിമാരെ, എന്റെ മക്കൾക്ക് ഈ ഒഴിവ് സമയത്ത് ഒരു ദിവസം കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് മൻ ആദ മരീദൻ ഖാവ ഫിർ റഹ്മതി ഹത്താ ഇദാ ഖാദസ്തഖറ ഫീഹാ. ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രവേശിച്ചു. ഹത്താ ഇദാ ഖാദസ്തഖറ ഫീഹാ, അവൻ രോഗിയുടെ അടുത്ത് ഇരുന്നു കഴിഞ്ഞാൽ ആ കാരുണ്യം അവനിൽ സ്ഥിരപ്പെട്ടു. ആരെങ്കിലും ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ രോഗിക്ക് വേണ്ടുന്ന പരിചരണം നൽകുന്നു, രോഗിക്ക് ആശ്വാസം നൽകുന്നു, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗിയുമായി ഇരുന്ന് നേരെ പോക്കുന്നു, രോഗിക്ക് ആശ്വാസം നൽകുന്നു. അത്തരം സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവൻ രോഗിയുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ അവനിൽ കാരുണ്യം സ്ഥിരപ്പെട്ടു. രോഗിയെ സന്ദർശിക്കുക. രോഗമുള്ളവർ നമ്മുടെ ബന്ധുക്കളായിക്കൊള്ളണമെന്നില്ല. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഒരുപാട് പാലിയേറ്റീവ് സംരംഭങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. മാറാരോഗങ്ങൾ, സഹിക്കാൻ പറ്റാത്ത വേദനയാൽ
പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുമൊക്കെയായുള്ള ഒരു ബന്ധം നമ്മുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം തുള്ളിച്ചാടി നടക്കേണ്ടുന്ന ആ സമയത്ത് രോഗങ്ങളെ കുറിച്ച്, ജീവിതത്തിന്റെ ഇത്തരം ഘട്ടങ്ങളെ കുറിച്ച് അവർക്ക് ഓർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അവരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം രോഗികളെ സന്ദർശിക്കുകയും ഇത്തരം അവസ്ഥകളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന്റെ ആർദ്രത ഉണരും. മനസ്സൊന്നുകൂടി ലളിതമാകും, ഒന്നുകൂടി ലോലമാകും. അവരിൽ അള്ളാഹു നിക്ഷേപിച്ച കാരുണ്യം അതെങ്ങനെ വികസിച്ച് വളർന്നുകൊണ്ടിരിക്കും. അവരെ കൂടി അത് പഠിപ്പിക്കാനും അതിന് സമയം കണ്ടെത്താനും കൂടി നാം ശ്രദ്ധിക്കണം. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതരന്മാരെ, അവരന്മാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, പല രീതിയിലുമുള്ള സഹായമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം നൽകണം. അതുപോലെ രോഗിയെ സന്ദർശിക്കണം. അതുപോലെ ബന്ധിതനെ മോചിപ്പിക്കണം. ബന്ധിതനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും പ്രയാസപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർ നിരപരാധികളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ജയിലിലൊക്കെ കിടക്കുന്നുണ്ട്, ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. വീട്ടിൽ പോലും സ്വാതന്ത്ര്യമില്ലാതെ കെട്ടിക്കിടപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായി കുടുങ്ങി ഞെരുങ്ങി അവശനായി പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സഹായിക്കുക, അവരുടെയൊക്കെ ആ മാറാപ്പ് നീക്കിക്കൊടുക്കുക, അവരുടെ പ്രയാസങ്ങൾ, ചങ്ങലകൾ മാറ്റി പൊട്ടിച്ചു കൊടുക്കാനുള്ള സംരംഭത്തിൽ ഏർപ്പെടണം. പ്രവാചകൻ പറഞ്ഞു, ഈ 3 കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം നൽകണം, രോഗിയെ സന്ദർശിക്കണം, ബന്ധിതരെ മോചിപ്പിക്കണം. അസ്സായി അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് അവൽ ഖായിമിൽ ലൈല അസ്സായിമിൻ നഹാർ. വിധവകൾക്ക്, പാവപ്പെട്ടവർക്ക്, അവർക്ക് വേണ്ടി മെനക്കെടുന്നവൻ, അധ്വാനിക്കുന്നവൻ, അവരെ സഹായിക്കുന്നവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവനെ പോലെയോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയും പകൽ മുഴുവൻ നോമ്പെടുക്കുകയും ചെയ്യുന്നവനെ പോലെയോ ആകുന്നു. വിധവകൾ, പാവപ്പെട്ടവർ, നമ്മുടെ പരിസരത്തുള്ള ചുറ്റുവട്ടത്തുമുള്ള ഇത്തരത്തിൽ നിരാലംബരായിപ്പോയ, ദരിദ്രരായിപ്പോയ, പ്രയാസപ്പെടുന്നു, സാമ്പത്തികമായ ശേഷിയില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ആവശ്യങ്ങൾ നടക്കാതെ പോകുന്ന ആളുകളെ സഹായിക്കണം, ചേർത്ത് പിടിക്കണം, പരിചരിക്കണം. ആ പരിചരണവും ചേർത്ത് പിടിക്കലുമൊക്കെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അവരെയും അത് ശീലിപ്പിക്കണം. അപ്പോ ദുനിയാവിൽ പുതിയ നൂജൻ മക്കളുടെ ചിന്തകളിൽ നിന്നും മാറിക്കൊണ്ടുള്ള നല്ല നല്ല സ്വഭാവ വിശുദ്ധിയുള്ള ചിന്തകളുമായി നമ്മുടെ മക്കൾ വളരും. ബന്ധങ്ങൾക്കൊരു വിലയും ഇന്നില്ലാത്ത രീതിയിലാണ് പുതിയ തലമുറ വളർന്നു വരുന്നത്. അവർക്ക് മാതാപിതാക്കൾ തന്തവൈബാണ്. അവർക്കൊന്നും, മാതാപിതാക്കൾക്കൊന്നും ഞങ്ങളെ ഉപദേശിക്കാൻ ഒരു അർഹതയുമില്ല, അവരൊക്കെ ഒരു വിവരവുമില്ലാത്തവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള മാതാപിതാക്കൾ, അവരെ പോറ്റി വളർത്താനും അവർക്ക് പഠനം നൽകാനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കളെ അവഗണിച്ചു കൊണ്ടുവരുന്ന ഒരു തലമുറയാണ് പുതുതായി രൂപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ ചേർത്ത് പിടിക്കണം. മാതാപിതാക്കളുടെ ദൗത്യമെന്ത്? ഇസ്ലാം മാതാപിതാക്കളെ എങ്ങനെ നോക്കിക്കാണുന്നു, അവരുടെ സേവനങ്ങൾ എന്ത്, ആളുകളുടെ അത്യധ്വാനങ്ങൾ എന്ത് എന്നൊക്കെ പഠിപ്പിച്ചും പകർന്നും കൊടുക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നന്മകളുമായി മക്കളെ ചേർത്ത് നിർത്തണം. നന്മകളുമായി മക്കളെ ചേർത്ത് നിർത്തണം. ഈ വെക്കേഷൻ സമയത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ഉത്ബോധന ക്ലാസുകളുണ്ട്, വെക്കേഷൻ ക്ലാസുകൾ. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ മഹല്ലുകളും സംഘടനകളും തയ്യാറാവുകയും അത്തരം ക്ലാസുകളിൽ മക്കളെ എത്തിക്കാനുള്ള ശ്രമം മാതാപിതാക്കൾ നടത്തുകയും ചെയ്യണം. അതുപോലെ ഓരോ ദിവസവും ഓരോ പ്രാർത്ഥന, ഓരോ ദിക്റുകൾ പഠിക്കാനുള്ള ഒരു പരിശീലനം കൂടി ഒരു സമയത്ത്, ഓരോ ദിവസത്തിലെ ഒരു സമയത്ത് നൽകുക. ദുആ പഠിക്കണം, ഖുർആൻ പഠനം, ഇവയൊക്കെ പഠിക്കാനുള്ള ഒരു ചാർട്ട് നമ്മൾ തയ്യാറാക്കണം. വായനയിൽ നിന്നും അകന്നു പോകുന്ന വെറും കളിയും വിനോദവും മാത്രമായി പോകുന്ന ഒരവസ്ഥയും മക്കൾക്ക് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളി കേന്ദ്രമാക്കിക്കൊണ്ട്
ഒരു മഹല്ല് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മ, ഇത്തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഉണ്ടാവുകയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർ സമ്മേളിച്ചുകൊണ്ട് ഇത്തരം കരവിരുതുകൾ, സാഹിത്യ സമാജങ്ങൾ, ചോദ്യോത്തരങ്ങൾ പോലുള്ള പ്രസംഗ പരിശീലനം പോലുള്ള ഗാനാലാപനം പോലുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്താൽ അതവരുടെ ശരീരപുഷ്ടിക്കും അവരുടെ തുടർ ജീവിതത്തിലുള്ള ഗുണകരമായ അവസ്ഥക്കും കാരണമായി തീരും. മറ്റൊന്ന്, കുടുംബവുമായുള്ള വിനോദയാത്ര. നമ്മൾ മക്കളെ വിനോദയാത്രക്ക് പറഞ്ഞേക്കുന്നുണ്ട്, കൂട്ടുകാരോടൊപ്പം പറഞ്ഞേക്കാം, പക്ഷെ അതിന് നിയന്ത്രണം വേണം. എപ്പോൾ പോകുന്നു, എവിടെ പോകുന്നു, ആരൊക്കെ ഒന്നിച്ചുണ്ട്, എപ്പോൾ തിരിച്ചു വരും, ഏത് വാഹനത്തിലാണ് പോകുന്നത് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചൊരു ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകണം. കയറൂരി വിട്ട് ആരോടൊപ്പം എവിടെയോ എങ്ങനെയോ പോയി എപ്പോഴോ തിരിച്ചു വരുന്നൊരു സാഹചര്യം മക്കൾക്ക് പുതിയ കാലത്ത് നൽകരുത്. പ്രിയപ്പെട്ടവരെ, ലഹരി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഒരു സന്ദർഭത്തിൽ ഒരു ലഹരി നുകരാൻ അവനെ പ്രേരിപ്പിക്കുന്നത് എന്നറിയാത്തൊരു കാലമാണ്. ഒരു പ്രാവശ്യം മാത്രം അനുഭവിക്കുന്ന ലഹരിയുടെ പിന്നാലെ ജീവിതാവസാനം വരെ പോയി ജീവിതം തുലച്ചു കളയുന്ന യുവാക്കൾ നിറഞ്ഞ ലോകമാണിത്. അവരുടെ കൂട്ടുകാരെ നമ്മളും കൂടി അറിയുന്നൊരവസ്ഥ ഉണ്ടാകണം. സോഷ്യൽ മീഡിയയുമായി വല്ലാതെ ഇഴുകിച്ചേരുന്ന ഒരവസ്ഥയിൽ നിന്നും അവരെ മാറ്റി നിർത്തുകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, അർറജുലു അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ തന്റെ സ്നേഹിതന്റെ സ്വഭാവ രീതിയിലായിരിക്കും. ഒരാൾ അവന്റെ സുഹൃത്തിന്റെ സ്വഭാവ രീതിയിലായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു, അതുകൊണ്ട് താരായാണ് താൻ കൂട്ടുകാരനാക്കുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ. എന്റെ കൂട്ടുകാരൻ എനിക്ക് നന്മ നൽകുന്നവനാണ്, എന്നെ നന്മയുമായി ചേർത്ത് പിടിക്കുന്നവനാണ്, അല്ല അവൻ തിന്മയുടെ ആളാണ്, അവൻ വേറെ കുറെ ദോഷങ്ങളുള്ള ആളാണ്. അവനുമായി ചേർന്ന് നിൽക്കാതെ നന്മയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പരിശീലനം ഈ വിദ്യാർത്ഥികൾ, യുവാക്കൾ ഉണ്ടാക്കുകയും മാതാപിതാക്കൾ അതിന് പ്രേരണ നൽകുകയും ചെയ്യണം. അതുകൊണ്ട് ഈ സന്ദർഭം, ഈ ഒഴിവു സമയം എന്നുള്ളത്, അവധി സമയം എന്നുള്ളത് വൃഥാ ചെലവഴിച്ച് തീർക്കാനുള്ളതല്ല, ഇത്തരം നന്മകളുമായി അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.